مشارق الأرض إلى مغاربها بجاههم وبأسرارهم بارك لنا في كل أمورنا سيما في أمرنا هذا في اجتماعنا هذا في محفلنا هذا وفي مقصدنا هذا بركة تامة نامية كما باركت على عبادك الصالحين. اللهم إنا نعوذ بك من الهم والحزن ونعوذ بك من العجز والكسل ونعوذ بك من الجبن والبخل ونعوذ بك من غلبة الدين وقهر الرجال. اللهم إنا نسألك بعلمك الغيب وقدرتك على الخلق أحينا إذا كانت الحياة خيرا لنا وتوفنا إذا كانت الوفاة خيرا لنا. اللهم إنا نسألك خشيتك في الغيب والشهادة ونسألك كلمة الحق في الغضب والرضا ونسألك القصد في الفقر والغنى. اللهم إنا نسألك نعيما لا ينفد ونسألك قرة عين لا تنقطع ونسألك الرضا بعد القضاء ونسألك برد العيش بعد الموت ونسألك لذة النظر إلى وجهك الكريم ونسألك الشوق إلى لقائك في غير ضراء مضرة ولا فتنة مضلة. اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. اللهم أعنا ولا تعن علينا وانصرنا ولا تنصر علينا وامكر لنا ولا تمكر بنا واهدنا ويسر الهدى إلينا وانصرنا على من بغانا. اللهم اجعلنا لك شكارا لك ذكارا لك رهابا لك مطواعا لك مخبتا إليك أباها منيبا. رب تقبل توبتنا واغسل حوبتنا واستجب دعوتنا وثبت حجتنا واهد قلوبنا وسدد ألسنتنا واجعلنا من الراشدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا رب. പ്രിയമുള്ളവരെ, ഈ മഹത്തായ ആത്മീയ സംഗമത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ അതിന്റെ തനതായ ശൈലിയിലൂടെ മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹിറാ ഗുഹയെ കീറിമുറിച്ചുകൊണ്ട് കടന്നുവന്ന പുണ്യപ്രവാചകനിലേക്ക് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ശൈലി ഈ മഹത്തായ വേദിയിൽ ഖിറാഅത്ത് വരുന്നത് മണിക്കൂറുകളോളം താണ്ടിയിട്ട് യാത്ര ചെയ്ത് ഇവിടെ എത്തിയ ചരിത്ര പ്രസിദ്ധമായ പുത്തമ്പള്ളി നിരവധി കശ്ഫ് കറാമത്തുകളെ കൊണ്ട് അനുഗ്രഹീതമായ ബഹുമാനപ്പെട്ട കുഞ്ഞഹമ്മദ് ഉസ്താദ് അന്തിയുറങ്ങുന്ന പരിശുദ്ധമായ നൂറ്റാണ്ടുകളുടെ ചരിത്രം പിന്നിട്ട മഹത്തായ മസ്ജിദിന്റെ ഒരുപാട് വർഷങ്ങളോളം ഇമാമായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട അൽ ഹാഫിൽ അബ്ദുൽ ബാരി ഇമാം പുത്തമ്പള്ളി ദാരിമി ഉസ്താദ് അവരുകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ ആത്മീയ സുഖ സന്തോഷ സമാഗമ സംഗമ വേദിയിൽ
മഹത്തായ വിശുദ്ധ ഖുർആനിന്റെ ഈരടിയോടുകൂടെ ഖിറാഅത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹാർപ്പണങ്ങൾ ആത്മീയ സദസ്സ് സമർപ്പിച്ചുകൊണ്ട് വേദിക്ക് മുമ്പാകെ ഉസ്താദിനെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. صدق الله العظيم. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും സ്നേഹവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ മഹത്തായ ആത്മീയ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട പണ്ഡിതന്മാർ, സയ്യിദന്മാർ, നാട്ടുകാർ, രക്ഷിതാക്കൾ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥിനികൾ,
ഈ മഹത്തായ സ്ഥാപനത്തെയും ഈ മഹത്തായ മഹലിനെയും സ്നേഹിച്ചുകൊണ്ട് ഇവിടെ എത്തിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സർവലോക അനുഗ്രഹിയായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മൾ ഇവിടെ സമ്മേളിച്ചത് അവൻ പൊരുത്തപ്പെടുന്ന ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാവിധ പാപങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാഫ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ജീവിച്ച് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാവ്, പിതാവ്, ബന്ധു, മിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സ്നേഹിതന്മാർ, സഹപാഠികൾ, സുഹൃത്തുക്കൾ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ഖബർ ജീവിതം സ്വർഗീയ പൂങ്കാവനമാക്കി തരട്ടെ. അവർക്ക് നമ്മൾ ഈ ഒരുമിച്ച് കൂടി ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം മുഴുവനും അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, സുദീർഘമായി നീട്ടി സംസാരിച്ച് വിലപ്പെട്ട സമയം ഞാൻ കവർന്നെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങളൊക്കെ ഈ ആത്മീയ സദസ്സിലുണ്ട്. എന്തുകൊണ്ടും അനുഗ്രഹീതമായ ഒരു സദസ്സാണ്. നിങ്ങൾക്കറിയാം, ഒരു 5 വർഷം മുമ്പ് ഇവിടെ വന്നവർക്ക് ഒരുപക്ഷെ ഇന്നത് ചിന്തിക്കാൻ പോലും കഴിഞ്ഞ് വരില്ല. കാരണം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിങ്ങൾ വന്നാൽ ഒരു ചെറിയ കുറ്റിക്കാടും പശുക്കളും വന്യജീവികളും മേഞ്ഞുകൊണ്ട് ഇവിടെ നടന്നിരുന്ന ഒരു വിജനമായ പ്രദേശമെന്ന് പറഞ്ഞാൽ ആകെ ഒരു 4-5 6 എണ്ണിയാൽ വിരലിൽ കിട്ടുന്ന ചെറിയ വീടുകൾ മാത്രം താമസിക്കുന്ന, ഒരു യാത്രാ സൗകര്യം പോലും ശരിക്കുമില്ലാതെ അത്രത്തോളം ഒരു ചെറിയ കൊച്ചു ഗ്രാമമാണ്. അതൊരു നാടിനെ നിസ്സാരപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. ഇന്നറിയപ്പെടുന്ന വലിയ വലിയ നാടുകളൊക്കെയും ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ ബായാർ, കല്യാർ എന്ന് പറയുന്ന ഈ പരിശുദ്ധമായ മണ്ണ് എന്തുകൊണ്ടും ഒരു സ്വർണത്തെക്കാൾ വിലമതിക്കപ്പെടാത്ത രൂപത്തിൽ ഒരു ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഈ മണ്ണിനെ എത്തിച്ചത് ആരാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം നമുക്ക് വേദിയിലും സദസ്സിലും വിളിച്ചു പറയാനുള്ളത് ബഹുമാനപ്പെട്ട ശൈഖുന ചപ്പാരപ്പട ഉസ്താദ് തവ്വറല്ലാഹു ഉംറ ശൈഖുന ഉസ്താദ് അവരുകൾ മാത്രമാണ്. ഇതിന്റെ ചരിത്രം പറയുകയാണ് എങ്കിൽ ബഹുമാനപ്പെട്ട നമുക്കിന്ന് ഈ സദസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വമായി മാറിയ, നമ്മുടെ കണ്ണിൽ നിന്ന് മറഞ്ഞ് ഖബറിന്റെ ജീവിതത്തിൽ വസിക്കുന്ന ബഹുമാനപ്പെട്ട മർഹൂം അലിച്ച, അള്ളാഹു ആ മഹാനുഭാവന്റെ ഖബറിടം സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. അവരുടെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു തആല ഈ സ്ഥാപനത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം നടത്തി ഈ ഒരു ഭംഗി കാണാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു വ്യക്തിത്വമാണ്. പക്ഷെ ഇന്ന് ഖബറിലാണ്. അള്ളാഹു അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു കൊടുക്കട്ടെ. ആ മഹാൻ, ആ വ്യക്തിത്വം ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചു. അങ്ങനെ ഇത്തികാഫിരിക്കാനും ജമാഅത്തായി കഴിയാനും നിസ്കരിക്കാനും ബാങ്ക് കേൾക്കാനും ഒക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ അനുജൻ, നമ്മുടെയൊക്കെ ഉസ്താദും ഈ സ്ഥാപനത്തിന്റെ എല്ലാമായ നമ്മളേവരും ബഹുമാന ആദരവോടുകൂടെ സ്നേഹത്തോടുകൂടെ കാണുന്ന എളിമ, താഴ്മ, എണ്ണിയാൽ തീരാത്ത നിരവധി വിശേഷങ്ങളെ കൊണ്ട് ഒത്തിണങ്ങിയ, ഒരുപാട് ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത, ഒരുപാട് ദീനിന് വേണ്ടി അധ്വാനിച്ച ബഹുമാനപ്പെട്ട ശൈഖുന മിസ്ബാഹി ഉസ്താദ് എന്ന ആദരണീയരായ പണ്ഡിതനായ ഉസ്താദ് അവരുകൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും നമ്മുടെ ഇമ്പായി എന്ന് പറയുന്ന ഇവിടെ താമസമുള്ള അദ്ദേഹം മരണപ്പെട്ടുപോയ പിതാവിന്റെ പേരിൽ അദ്ദേഹം ഹദിയയായി ഒരു 5 സെന്റ് ഒരു പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലം കൊടുക്കുകയും, ഭാഗ്യവാനെന്ന് പറയട്ടെ, മഞ്ചേശ്വരം എഞ്ചിനീയറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അബ്ദുസ്സമദ് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം പള്ളി പൂർണ്ണമായി ചെലവഴിച്ചുകൊണ്ട് എടുക്കുകയും ചെറിയ തൂണിന്റെ ഇടയിൽ 50 ആളുകൾക്ക് മാത്രം നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ചെറിയ പള്ളി നമ്മൾ എടുക്കുകയും, അതൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് അതിന് വീണ്ടും വിശാലത കൂട്ടുകയും, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിനെ പോയി കണ്ട് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം ഈ പള്ളിയെ വീതി കൂട്ടുകയും
ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകൾ ഇവിടെ ആദ്യമായി കടന്നു വന്ന് ഇവിടെ ഒരു മദ്രസ വേണമെന്ന് ഉസ്താദ് തന്നെ പറയുകയും ഷെയ്ഖുന ഉസ്താദ് അവരുകൾ തന്നെ ഇവിടെ വന്ന് അവിടുത്തെ കൈകളെ കൊണ്ട് കുറ്റിയടിക്കുകയും ബർക്കത്തിന് വേണ്ടി ഉസ്താദ് അവരുകൾ ഒരു സംഘം ഇവിടെ ഏൽപ്പിക്കുകയും അതിന് ജലാലിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് എന്ന നാമം വെക്കണമെന്ന് പറയുകയും എന്നൊക്കെയും ചെയ്ത് അൽഹംദുലില്ലാഹ് ഇന്ന് ഈ കാണുന്ന വർണ്ണനീയമായ അലങ്കാരങ്ങൾക്കൊക്കെയും ഏറ്റവും വലിയ ഇതിന്റെ പിന്നിൽ താങ്ങും തണലുമായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദ് അവരുകൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും കഠിനാധ്വാനം നടത്തുകയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ സംബന്ധിക്കുന്ന എല്ലാ വേദികളിലും ഈ മഹലിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു ഉന്നതമായ സ്ഥിതിവിശേഷണങ്ങളിലേക്ക് ഈ മഹല് മാറി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തനമാണ്. ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദ് അവരുകൾ ഉസ്താദ് പറയുന്നത് ഇതൊരിക്കലും എന്റെ സ്ഥാപനമല്ല, ഇത് ഷെയ്ഖുന ചപ്പാരപ്പട ഉസ്താദിന്റെ സ്ഥാപനമാണ്. അവിടെ നിന്ന് എന്ത് പറയുന്നോ, അവിടുത്തെ ആര് സ്വീകരിക്കുന്നോ, അവരുമായി ആര് ബന്ധപ്പെടുന്നോ അവരൊക്കെ നമുക്ക് ഒരുമിച്ച് കൂട്ടി നമുക്ക് ചെയ്യേണ്ടതാണ്. ആ ഒരു താഴ്മ ഉസ്താദ് കാണിക്കുന്നത് കൊണ്ട് കുറഞ്ഞ കാലങ്ങളെ കൊണ്ട് ഈ മഹൽ പരിസരത്ത് നല്ല ഭംഗിയുള്ള റോഡായി, നല്ല സ്ഥലത്തിനൊക്കെ വില കൂടി വന്നു ഇവിടെ അറിയപ്പെടുന്ന ബായാറിൽ പ്രത്യേകിച്ചും അറിയപ്പെടുന്ന ഒരു മഹലായി മാറി. ഇത് അൽഹംദുലില്ലാഹ് ഇതിനെ ഇനിയും ഒരുപാട് ഉയർച്ചയിലേക്ക് കൊണ്ടെത്തിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആത്മാർത്ഥമായി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഇടയ്ക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ ഈ സംഗമിച്ചത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുകളുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാവിലെ ആരംഭിച്ച നമ്മുടെ പരിപാടി ഇന്നലെ രാത്രിയോടുകൂടെ സമാപിച്ചു. വീണ്ടും ഇന്ന് നമ്മൾ തുടങ്ങിയതാണ്. 2 ദിവസമായി ഈ മഹത്തായ സ്വാബിനി മസ്ജിദിന്റെയും അതേപോലെ ജലാലിയ ഹിഫ്ളുൽ ഖുർആൻ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഇന്നലെ ഇഷ്കെ റസൂൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ പ്രമാണിച്ചുകൊണ്ട് വ്യത്യസ്തപ്പെട്ട മദ്രസകളിൽ നിന്ന് പിഞ്ചോമന വിദ്യാർത്ഥികൾ കടന്നു വന്ന് അവരുടെ കലാ കായിക ആ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുകയും നല്ല നല്ല ഗാനങ്ങളും പ്രഭാഷണങ്ങളും നല്ല രൂപത്തിൽ കിടിലം കൊള്ളിക്കുകയും ഈ മഹത്തായ സദസ്സിനെ തന്നെ കോരിത്തെരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യട്ടെ. പലരും സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അവർക്ക് അർഹമായ കൂലി അല്ലാഹു നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വെച്ചത് നമുക്കറിയാം ഇർഫാനിയ അറബിക് കോളേജ്. അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഇന്ന് മതവിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവനും മലീമസമായി കൊണ്ടിരിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ വൃത്തികെട്ട സംസ്കാരങ്ങളെ കടത്തിക്കൂട്ടി പല രൂപത്തിലും മലീമസമായി കൊണ്ട് വികൃതമാക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിനെ യാതൊരു മങ്ങലുമില്ലാതെ പഴയ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ പരിശുദ്ധമായ ഈന്തപ്പന ഓല കൊണ്ട് നിർമ്മിച്ച മദീന മസ്ജിദ്, മണൽ വിരിച്ചിരിക്കുന്ന മസ്ജിദുൻ നബവി, ആ ഒരു മസ്ജിദുൻ നബിയുടെ അഹ്ലു സുഫ അടക്കമുള്ള ഒരുപാട് സഹാബാക്കളെ പുണ്യപ്രവാചകൻ ഒരുമിച്ചിരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് പരിശുദ്ധ ദീനിന്റെ സന്ദേശങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു മഹത്തായ പാരമ്പര്യം അതങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹു വിളക്കിന്റെ മുമ്പിലിരുത്തിയിട്ട് ചൊല്ലിക്കൊടുത്തിരിക്കുന്ന ആധ്യാത്മിക അധ്യാപനത്തിന്റെ മഹത്തായ രീതി അതങ്ങനെ തന്നെ പാരമ്പര്യമായി മങ്ങലേൽക്കാതെ അതിനെ സൂക്ഷിച്ചു കൊണ്ടുവന്ന് ഒരുപാട് 300-ലേറെ വരുന്ന ഇർഫാനിയ വിദ്യാർത്ഥികളെ ഇവിടെ വാർത്തെടുക്കുകയും കേരളത്തിന്റെയും കർണാടകത്തിന്റെയും ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി അള്ളാഹുവിന്റെ ദീനിന്റെ മനോഹരമായ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി അവരെ സമുദായത്തിന് സമ്മാനമായി നൽകുകയും ചെയ്ത ഒരു മഹത്തായ സ്ഥാപനമാണ്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇർഫാനിയ എന്ന് പറയുന്ന സ്ഥാപനത്തെ നമ്മൾ കാണുന്നത്.
കോളേജിന്റെ സിൽവർ ജൂബിലി മഹാ ആഘോഷമാണ് ഈ വർഷത്തിൽ ഇതേ വരുന്ന ഫെബ്രുവരി 23, 24, 25, 26 തീയതികളിൽ കണ്ണൂർ ചപ്പാരപ്പടോ ഇർഫാനിയ അറബിക് കോളേജിന്റെ ഹിലറിയ നഗറിൽ വെച്ച് നടക്കുമ്പോൾ അതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ട മഹത്തായ പ്രചരണ സമ്മേളനവും വാഹന പ്രചരണ ജാഥക്ക് ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഒരു ആത്മീയ സദസ്സ് കൂടിയാണ്. ആ മഹത്തായ മഞ്ചേശ്വരം മുതൽ മണ്ണാർക്കാട് വരെ ഇർഫാനിയുടെ മഹത്തായ സന്ദേശം വിളിച്ചോതുന്ന വാഹന പ്രചരണ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കൂടിയാണ് നമ്മുടെ ഈ മഹത്തായ സദസ്സ്. അതുകൊണ്ട് എന്തുകൊണ്ടും ബഹുമാനപ്പെട്ട ശൈഖന ഉസ്താദ് അവர்கள் നിർദ്ദേശിച്ചുകൊണ്ട് നടത്താൻ വേണ്ടി ഏൽപ്പിച്ച ഒരു പരിപാടി കൂടിയാണ്. അതുകൊണ്ട് അവിടുത്തെ ആത്മീയ സാന്നിധ്യം നമുക്കുണ്ടാകും, ഉറപ്പാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. പ്രത്യേകിച്ചും പറയാനുള്ളത്, മഹത്തായ ഈ പരിപാടിയിലേക്ക് മുഖ്യാതിഥികളായി അങ്ങ് ദൂരെ ഇർഫാനിയ അറബിക് കോളേജിൽ നിന്ന് തന്നെ ഒരു കൂട്ടം ആളുകൾ വളരെ സ്നേഹത്തോടുകൂടെ അധ്വാനിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയിലേക്ക് വാഹനത്തിന്റെ അകമ്പടിയോടുകൂടെ പണ്ഡിതന്മാരും ഉസ്താദന്മാരും കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അതേപോലെ ഈ മഹത്തായ ആത്മീയ സദസ്സിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രഗത്ഭ പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയും ഈ കാസർഗോഡ് പൈവളിക്ക എന്നല്ല, ഇതിന്റെ ചുറ്റുഭാഗങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വളരെയേറെ കഠിനാധ്വാനം നടത്തി കഷ്ടപ്പെട്ടുകൊണ്ട് അഹോരാത്രി അനവധി ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത പ്രശസ്ത സൂഫി വര്യൻ, പള്ളിക്കര സംയുക്ത ജമാഅത്തിന്റെ ആദരണീയരായ ഖാലി ബഹുമാനപ്പെട്ട ശൈഖുന അബ്ദുൽ ഖാദർ ഉസ്താദ് അവരുകളാണ്. പടച്ചറബ് ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആരോഗ്യവും ആഫിയത്തും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ ആത്മീയ സംഗമത്തിന്റെ ഹൃദയം നിറഞ്ഞ ആയിരം സ്വാഗതം അർപ്പിക്കുകയാണ്. അതേപോലെ ഈ മഹത്തായ വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തി അനുഗ്രഹിക്കുന്നത് പ്രഗത്ഭ പണ്ഡിതനും ഉജ്ജ്വല വാഗ്മിയും, നമുക്കറിയാമല്ലോ കേരളത്തിലും കർണാടകത്തിലും എന്നല്ല ഇന്ത്യ രാജ്യത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കഠിനാധ്വാനം നടത്തിക്കൊണ്ട് ഒരുപാട് കുറ്റൻവാദികളുടെ പേടി സ്വപ്നമായി മാറിയ ബഹുമാനപ്പെട്ട പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനും കൂടിയായ ബഹുമാനപ്പെട്ട സലീം ഫൈലി ഇർഫാനി അൽ ഹസരി ഉസ്താദ് അവരുകളാണ്. അള്ളാഹു ഉസ്താദിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ചെറിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിയതിന്റെ ഹൃദയം നിറഞ്ഞ ആയിരം സ്വാഗതങ്ങൾ ഈ ആത്മീയ സംഗമം നൽകുകയാണ്. അതേപോലെ ഈ മഹത്തായ വേദിയിൽ ഒരുമിച്ച് കൂടിയ ബഹുമാനപ്പെട്ട
KS ബരിപ്പദവ് തങ്ങളവരുകൾ, അള്ളാഹു ബഹുമാനപ്പെട്ട തങ്ങളവരുകൾക്ക് ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ എല്ലാ പരിപാടിയുമായി ആത്മാർത്ഥമായി സംബന്ധിക്കുന്ന ഒരു സയ്യിദാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. സംഗമത്തിന്റെ ആധ്യാത്മിക ചടങ്ങിൽപ്പെട്ട ആദ്യത്തെ ചടങ്ങാണ് ഇവിടെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നത്. മഞ്ചേശ്വരം മുതൽ മണ്ണാർക്കാട് വരെ പരിശുദ്ധമായ ദീനിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഇർഫാനിയ അറബി കോളേജിന്റെ സിൽവർ ജൂബിലി മഹാ ആഘോഷത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഈ ആത്മീയ സദസ്സിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ട് ആ പതാക കൈമാറുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയരായ കേന്ദ്ര മുഷാവറും സമസ്ത വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയിൽ ഒരാളുമായ കാസർഗോഡ്, കർണാടകവും കേരളത്തും അറിയപ്പെട്ട പ്രഗത്ഭ പണ്ഡിതൻ, നിരവധി ശിഷ്യഗണങ്ങളെ വാർത്തെടുത്ത ഉജ്ജ്വല വാഗ്മി ബഹുമാനപ്പെട്ട ശൈഖുന ഖാസിം ഉസ്താദ് അവരുകളെ പതാക കൈമാറിയിട്ട് വളരെ ഹർഷപുളകിതമായി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി വേദിക്ക് മുമ്പാകെ ശൈഖുന ഉസ്താദിന് സർവ്വവിധ ബഹുമാന ആദരവുകൾ സമർപ്പിച്ചുകൊണ്ട് ഉസ്താദിനെ ക്ഷണിക്കുന്നതോടൊപ്പം അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇന്നത്തെ ഈ ആത്മീയ സദസ്സിലെ പ്രൗഢഗംഭീരമായി പ്രഭാഷണം നടത്തി അനുഗ്രഹിക്കുന്ന പ്രസംഗവേദിയിലെ സിംഹസ്വപ്നമായി മാറിയ ബഹുമാനപ്പെട്ട സലീം ഫൈലി ഇർഫാനി ഉസ്താദ് അവരുകളെ വേദിക്ക് മുമ്പാകെ സ്നേഹ ആദരവോടുകൂടെ ക്ഷണിക്കുന്നു. البدر علينا من ثنياته وداعي وجب شكر علينا ما دعا لله داعي الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. كلوا تكبير كلوا تكبير كلوا تكبير हमारा तकबीर. السلام عليكم ورحمة الله وبركاته. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله. اللهم صل على سيدنا محمد وعلى آل وأصحاب وأولاد وأزواج سيدنا ومولانا محمد. ആദരണീയരായ ഉസ്താദ് പയ്യേക്കി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവറുകളെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സലീം ഇർഫാനി ഉസ്താദ് അവറുകളെ, ബഹുമാനപ്പെട്ട മിസ്ബാഹി ഉസ്താദ് അവറുകളെ, ചപ്പാരപ്പടവിൽ നിന്ന് ഇവിടെ വന്ന് എത്തിയ മഹാന്മാരായ ഉസ്താദുമാരെ, സാദാത്തുക്കളെ, നേതാക്കളെ, ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായ വലിയവരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഉസ്താദുമാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങൾ, ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് തന്നെ രണ്ട് വാക്ക് ആശംസ പറയണം എന്ന് ക്ഷണിച്ചത് കൊണ്ടാണ് നിന്നിരിക്കുന്നത്. ഇതും പറയാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ.
ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. ഇവിടെയുള്ള ഉസ്താദുമാർക്ക് എല്ലാവർക്കും, അതുപോലെ തന്നെ ഇവിടെ വന്നു ചേർന്ന പലർക്കും നല്ലപോലെ അറിയുന്ന ഒരു സ്ഥലമാണ് അത്, ആയത്താണ്. അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നും അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇത്തഖുല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ചുകൊണ്ട് ആദ്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനിക്ക് തഖ്വ ചെയ്യുക. തഖ്വ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ അർത്ഥം തന്നെ അള്ളാഹുവിനിക്ക് വഴിപ്പെടേണ്ട കാര്യങ്ങൾ മുഴുവനും വഴിപ്പെടുക, അതേപോലെ തന്നെ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറുക എന്നുള്ളതാണ് അതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതാണ് തഖ്വ. ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി എന്നാണ് പറയുന്നത്. ഇത് ചെയ്താൽ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചു, അതുപോലെ വിരോധങ്ങൾ ഒഴിവായി. ഇത് രണ്ടും കൊണ്ട് പോരാ എന്നുകൂടി ഉണർത്തുകയാണ് ഖുർആൻ. വകൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ നല്ലവരോടുകൂടി ചേരുകയും ചെയ്യുക എന്ന്. അത് പല അർത്ഥത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, വലിയവരായ നല്ലവരായ ആൾക്കാരെ പിൻപറ്റുക, അവരോടുകൂടി ചേരുക, അവരെ സ്നേഹിക്കുക, അവരെ വഴിപ്പെടുക, അവരെ മാതൃകാ പുരുഷന്മാരാക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ നാം എല്ലാവരും ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖീൻ ചപ്പാരപ്പടവ് ഉസ്താദ് അവറുകൾ ഖബ്ബലല്ലാഹു ഉംറഹു, ആ മഹാനവറുകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ സാബിരി മസ്ജിദ്, അതേപോലെ തന്നെ ജലാലിയ എന്ന് പറയുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, ഈ സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബി കോളേജിന്റെ പ്രചരണം 25ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട സലീം ഫൈസി ഇർഫാനി അവറുകൾ ഈ കാര്യത്തിൽ നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇന്നലെയും ഒക്കെ തുടങ്ങിയ പരിപാടിയാണ്. പല പരിപാടികളോടുകൂടി നടത്തപ്പെടുന്നതാണ് ഇവിടെ ഈ കാണുന്ന അന്തരീക്ഷം. ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു സ്ഥലവും മറ്റു ചുറ്റുപാടും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വന്ന് ഇവിടെ എത്തിയപ്പോഴാണ് ഈ ഭംഗി കാണുന്നത്. പള്ളിയും അതേപോലെ തന്നെ പരിസരവും, വേണ്ട ആൾക്കാരൊക്കെ. ബഹുമാനപ്പെട്ട ഉസ്താദവറുകളോടുള്ള ആ മഹത്തായിരിക്കുന്ന ബഹുമാനവും ആദരവും കണക്കിലെടുത്തുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ആ ആദരവിനെ കണക്കിലെടുത്തുകൊണ്ട്, അവരോടുള്ള സ്നേഹത്തെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് നാം എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ പ്രധാനമായ വിഷയം ഒരു മഹത്തായിരിക്കുന്ന ദീനീ സ്ഥാപനം. ഒരു മഹത്തായിരിക്കുന്ന ദീനീ സ്ഥാപനം എത്രയോ ഇർഫാനികളെ ഈ നാട്ടിലേക്ക് സംഭാവന ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടിലേക്ക് അവിടെ പഠിച്ച പണ്ഡിതന്മാരെ സംഭാവന ചെയ്തിരിക്കുകയാണ് എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ജാമിഅ നൂരിയയുടെ ബന്ധത്തിൽ കൂടി വന്ന അഫിലിയേറ്റായ സ്ഥാപനവും കൂടിയാണ്. ആ മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് പഠിച്ച എത്രയോ പണ്ഡിതന്മാരെ നമ്മുടെ ഇടയിൽ അവരെ ഇവിടെ വിതരണം ചെയ്തിരിക്കുകയാണ് ദീനിനെ പഠിപ്പിക്കാൻ വേണ്ടി. അതൊരു വലിയ നേട്ടമാണ്, വലിയ കാര്യമാണ്. അള്ളാഹുവിന്റെ ദീനിനെ വളർത്തുന്നത് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തന്നെയാണ്. സാധാരണ പണ്ഡിതന്മാര് എന്ന് പറയുന്നത് കമ്പനികളിൽ നിന്നുണ്ടാകുന്നതല്ല, ഏതെങ്കിലും മരങ്ങളെ മുളപ്പിച്ച് മരത്തിൽ നിന്ന് വരുന്നതും അല്ല, മറിച്ച് സ്ഥാപനങ്ങളിൽ നിന്ന്, പള്ളികളിൽ നിന്ന്, പള്ളി ദർസുകളിൽ നിന്ന് പഠിച്ചിട്ട് വരുന്നവരാണ് അവരൊക്കെ. അങ്ങനെ നമുക്ക് നമ്മുടെ കേരളത്തിൽ വളരെയേറെ പേരും പ്രശസ്തിയുമുള്ള നമ്മുടെ ഈ ചുറ്റുഭാഗത്തിലുള്ള എല്ലാ ജനങ്ങളും വളരെയേറെ, നിങ്ങളൊക്കെ വളരെയേറെ ബഹുമാനത്തോടുകൂടി ആദരിക്കുന്ന ഒരു മഹത്തായിരിക്കുന്ന സ്ഥാപനമാണ് ഇർഫാനിയ അറബി കോളേജ്.
അതിന്റെ ആ മഹത്തായിരിക്കുന്ന പരിപാടി അടുത്തായിട്ട് നടക്കുകയാണ്. അതിന്റെ പ്രചരണമാണ് ഇവിടെ നടക്കുന്നത്. നാം എല്ലാവരും നമ്മുടെ നാട്ടിന്റെ അകത്ത് അതിന്റെ പ്രചരണം നടത്തുകയും ആ മഹത്തായിരിക്കുന്ന സ്ഥാപനത്തിന് എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് നാം പ്രത്യേകമായിട്ട് ചെയ്യാൻ ഉണ്ടാവുകയില്ല. മഹാനായിരിക്കുന്ന ഉസ്താദവർകൾ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ അവർക്ക് കഴിവുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ആ രൂപത്തിലുള്ള അവസ്ഥയിലാണ് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ എല്ലാവരെയും നമ്മെ എല്ലാവരെയും തർബിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വളർത്തിക്കൊണ്ടിരിക്കുന്നത്, നമുക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്, നമുക്ക് വേണ്ട രൂപത്തിൽ നമ്മെ ആത്മീയമായി നിയന്ത്രിക്കുന്ന ഒരു മഹാനായ മനുഷ്യന്റെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പരിപൂർണമായി ആ സ്ഥാപനത്തിന്റെ മഹത്വം എന്താണ്, അതിന്റെ വിജയം എന്താണ്, അതിന്റെ നേട്ടം എന്താണ് എന്നൊക്കെ നമുക്ക് നല്ല പോലെ അറിയാം. അള്ളാഹു വേണ്ടത്ര ഉയരത്തിലേക്ക് ഉയർത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല. ഉദ്ഘാടനത്തിന് മുമ്പുള്ള സംസാരമാണിത്. ബഹുമാനപ്പെട്ട പയ്യേക്കി ഉസ്താദ് അവർകൾ ഉദ്ഘാടനത്തിന് തയ്യാറായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ മഹത്തായിരിക്കുന്ന പരിപാടിയോട് ഒരു നേരത്തെ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഒരു ആത്മീയമായിരിക്കുന്ന സദസ്സായിട്ടാണ് ഇവിടെ ഓരോരുത്തരും വന്ന് എത്തിയിരിക്കുന്നത്. ആ ആത്മാഭിമാനം നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും ഉണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട നേതാവിനോട്, ബഹുമാനപ്പെട്ട ഷെയ്ഖിനോട്, ബഹുമാനപ്പെട്ട ഉസ്താദോട് പരിപൂർണമായ കൂറും സ്നേഹവും ബഹുമാനവും എല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കുഗ്രാമത്തിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരുന്നത്. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങളെ മാറ്റി തരുമാറാവട്ടെ, നമ്മുടെ ഉദ്ദേശങ്ങളെ എത്തിച്ചു തരുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഇർഫാനിയ അറബി കോളേജിനെ അള്ളാഹു ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് ഉയർത്തുമാറാകട്ടെ. അതേപോലെ തന്നെ അദ്ദേഹം ഇവിടെ സ്ഥാപിച്ചതായിരിക്കുന്ന നമ്മുടെ സാബിരി മസ്ജിദും, അതേപോലെ തന്നെ ഇവിടെയുള്ള ജലാലിയ ഹിഫ്ളുൽ ഖുർആൻ അറബി കോളേജും അതിൻ്റെതായ ഭംഗിയോടുകൂടി നടത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ സദസ്സിലേക്ക് വേണ്ട രൂപത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا والذين أوتوا العلم درجات. صدق الله العلي العظيم. من يرد الله به خيرا يفقهه في الدين. صدق رسول الله صلى الله عليه وسلم. ബഹുമാനവും ആദരവും നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ ഇസ്മായിൽ ഉസ്താദ് അവർകൾ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഇർഫാനി ഉസ്താദ് അവർകൾ, മറ്റുള്ള പണ്ഡിതന്മാർ, ഇർഫാനിയ കോളേജിൽ നിന്നൊക്കെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരെ, നേതാക്കന്മാരെ, വിദ്യാർത്ഥികൾ, മഹത്തായതായിരിക്കുന്ന ഒരു സദസ്സിലാണ് നാം ഇപ്പോൾ നിലനിൽക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾ നോട്ട് ഇത് കണ്ണുകുളർക്കിയ സാലിഹായതായിരിക്കുന്ന ഒരു അമലായിട്ട് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിന്റെ തുടക്കവും മുടക്കവും എല്ലാം മെച്ചമായ നിലയിൽ അല്ലാഹു തആല ആക്കി തീർക്കുമാറാകട്ടെ. ഇർഫാനിയ അറബി കോളേജിയുടെ പ്രചരണം ജാഥ ഇവിടെ നിന്നിട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പതാക കൈമാറുകയുണ്ടായി. അത് മതവിജ്ഞാനത്തിനുള്ളതായിരിക്കുന്ന ഒരു കേന്ദ്രമാണ്. ആശംസാ പ്രസംഗത്തിൽ നിന്നിട്ട്
അതിൻ്റെ മഹത്വത്തിനെ സംബന്ധിച്ചിട്ടും അതിൻ്റെ സ്ഥാപക നേതാവായിരിക്കുന്ന ഷെയ്ഖുന ഉസ്താദ് അവറുകളെ സംബന്ധിച്ചിട്ടും മറ്റുമെല്ലാം നിങ്ങൾ കേട്ടുകഴിഞ്ഞു. മഹത്താതായിരിക്കുന്ന ഇൽമിൻ്റെ ഒരു സ്ഥാപനമാണ്. ഈ ഇൽമ് ഇവിടെ നിലനിൽക്കുന്നതായിരിക്കുന്ന കാലത്തിലാണ് ഇവിടെ ഇസ്ലാം നിലനിൽക്കുന്നത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതായിരിക്കുന്ന സുന്നത്തുകൾ ഇവിടെ നിലനിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഇർഫാനിയ അറബിക് കോളേജിനെ പോലെയുള്ള ഇൽമിന്റെ സ്ഥാപനങ്ങളും അങ്ങനെയുള്ള പണ്ഡിതന്മാരും ഇവിടെ നിലനിൽക്കണം. എല്ലാവരും ആഗ്രഹിക്കുന്നതും കാംക്ഷിക്കുന്നതും അല്ലാഹു തആലയുടെ പൊരുത്തത്തിനെയാണ്. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഒരൊറ്റ വസ്തുവും അല്ലാഹു തആലനെ പ്രകീർത്തിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ടല്ലാണ്ടില്ല. എല്ലാ വസ്തുക്കളും അല്ലാഹു തആലക്ക് തസ്ബീഹ് പറയാണ്, എല്ലാ വസ്തുക്കളും അല്ലാഹു തആലക്ക് ഹംദ് പറയാണ്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷേ നിങ്ങൾ അവർക്കുള്ളതായിരിക്കുന്ന തസ്ബീഹിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇവിടുത്തെ കല്ലുകളും മുള്ളുകളും മറ്റുള്ള എല്ലാ ചരാചര വസ്തുക്കളും ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ സൃഷ്ടികളും അല്ലാഹു തആലനെ സ്തുതിക്കുകയാണ്, അല്ലാഹു തആലക്ക് ഹംദ് പറയുകയാണ്, അല്ലാഹുവിന്റെ പൊരുത്തത്തിനെ കാംക്ഷിക്കുകയാണ്. ഖുദ്സിയായ ഒരു ഹദീസിന്റെ അകത്ത് പറയപ്പെട്ടു, കുല്ലുൻ യത്ലബൂന റിളായി, എല്ലാം എന്റെ പൊരുത്തത്തിനെ കാംക്ഷിക്കുന്നവരാണ് എന്ന്. എന്നിട്ട് ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, വഅന അത്ലബു റിളാക യാ മുഹമ്മദ്, നബിയെ ഞാൻ തങ്ങൾക്കുള്ളതായിരിക്കുന്ന പൊരുത്തത്തിനെയാണ് കാംക്ഷിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ളതായിരിക്കുന്ന മഅരിഫത്ത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് സാധിക്കുന്നു. ഇർഫാനി എന്ന് പറഞ്ഞെങ്കിൽ മഅരിഫത്തിൽ നിന്നുള്ളതാണ്. ഇൽമ് മഅരിഫത്ത് ഇങ്ങനെ രണ്ട് വിധത്തിൽ ഭാഗിക്കപ്പെട്ടിട്ടുണ്ട്. മഹത്തായതായിരിക്കുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കുന്ന ഇൽമുകൾക്കാണ് മഅരിഫത്ത് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മഅരിഫത്ത് ഇവിടെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പിൻപറ്റുക തന്നെ വേണം. തങ്ങളുടെ മാതൃക പരിപൂർണമായതായിരിക്കുന്ന നിലക്ക് പിൻപറ്റിയിട്ടല്ലാണ്ട് ഇവിടെ നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ളതായിരിക്കുന്ന പൊരുത്തത്തിനെ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ല. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇൽമാണ്. അങ്ങനെയുള്ള ഇൽമിനുള്ള കേന്ദ്രമാണ് ഇർഫാനിയ അറബിക് കോളേജ് ഉള്ളത്. മഅരിഫത്ത് ഇൽമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായിരിക്കുന്ന ഖുർആനിൽ പറയുന്നു, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് എന്ന്. ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾ അല്ലാഹു തആലയെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലാഹു നിങ്ങളെ തൃപ്തിപ്പെടണമെങ്കിൽ, അല്ലാഹു തആല നിങ്ങളെ പൊരുത്തപ്പെടുകയാണെങ്കിൽ, റിദ്വാനു മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള ഒരു ചെറിയതായിരിക്കുന്ന പൊരുത്തം അത് എല്ലാത്തിലും വലുതാണ്. അതിനെ കവറ്റി വെക്കുന്നതായിരിക്കുന്ന ഒരു അനുഗ്രഹം, ഒരു നിഅമത്ത് ഇവിടെ വേറെയില്ല. റിദ്വാനു മിനല്ലാഹി അക്ബർ. അങ്ങനെയുള്ള ആ പൊരുത്തം നിങ്ങൾക്ക് കരാഗതമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട നബിയെ തങ്ങൾ പറയുക, ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റിക്കൊള്ളുക എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണമായതായിരിക്കുന്ന നിലയ്ക്ക് പിൻപറ്റിയിട്ട് ജീവിക്കുക. ഫീ ഹാലിഹി വ ഫആലിഹി വ മഖാലിഹി ഫതതബ്ബഅൻഹു താബിഅൻ ലാ തഅദില. ആ നിലക്കുള്ള ജീവിതം
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥിതിഗതികൾക്കൊത്തിട്ടുള്ളതായിരിക്കുന്ന ജീവിതം, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനത്തിനൊത്തിട്ടുള്ള ജീവിതം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള പറച്ചിലിനൊത്തിട്ടുള്ളതായിരിക്കുന്ന ജീവിതം, ആ ജീവിതം നിങ്ങൾ ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നതായിരിക്കുന്ന അവസരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാവിനുള്ളതായിരിക്കുന്ന മഹബൂബിങ്ങൾ നിങ്ങളായിത്തീരും. അങ്ങനെയുള്ള മഹബൂബിങ്ങളായിത്തീരണമെങ്കിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇൽമിനുള്ളതായിരിക്കുന്ന ആവശ്യം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇൽമു കൊണ്ടിട്ടാണ് അത് സാധിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപൂർണമായതായിരിക്കുന്ന നിലക്ക് സ്നേഹിക്കും. അങ്ങനെ പിൻപറ്റിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇഷ്ടപ്പെടും, നമ്മൾ അള്ളാഹുവിന്റെ മഹബൂബായി തീരും. ഒരു ഹദീസിന്റെ അകത്ത് പറയപ്പെടുകയാണ്, ഒരാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, ജിബ്രീലേ, ഞാൻ ഇന്ന വ്യക്തിനെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ്, പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളും സ്നേഹിക്കണം എന്ന്. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തുള്ളതായിരിക്കുന്ന മലായികത്തുൽ കിറാമിനോട് പറയും. അങ്ങനെ സപ്താകാശങ്ങളിലുള്ളതായിരിക്കുന്ന മലായികത്തിനോട് ആ കാര്യം ഉത്ബോധനം ചെയ്തതിന്റെ ശേഷം ജിബ്രീൽ അലൈഹിസ്സലാം മറ്റുള്ള മലായികത്തും ഭൂമിയിലുള്ളതായിരിക്കുന്ന ആൾക്കാരോട് പറയും, വസ്തുക്കളോട് പറയും, എല്ലാം അവനെ സ്നേഹിക്കും. ഭൂമിയിലുള്ളതായിരിക്കുന്ന എല്ലാ വസ്തുക്കളും അദ്ദേഹത്തിലേക്ക് സ്വീകാര്യത്തിന് അവിടെ നിർണയിക്കപ്പെടും. എല്ലാവരുടെ അടുക്കലും അദ്ദേഹം മഹബൂബായി തീരും. ആ ഒരു നിലവാരത്തിലായിരിക്കും. അങ്ങനെയുള്ള നിലവാരം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കണമെങ്കിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഇൽമ് അനിവാര്യമാണ്. ആ ഇൽമിലൂടെ മാത്രമാണ് അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഇൽമിനുള്ളതായിരിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രചരണ ജാഥയുടെ തുടക്കമാണ് ഇവിടെ കുറിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആ സ്ഥാപനത്തിനോടും ഇൽമിനോടും ഇൽമിന്റെ അഹ്ലുകാരോടും സ്നേഹിക്കാം എന്നുള്ളതും ആദരിക്കാം എന്നുള്ളതും ബഹുമാനിക്കാം എന്നുള്ളതും നമ്മൾ ഓരോരുത്തർക്കുമുള്ളതായിരിക്കുന്ന കടമയിൽപ്പെട്ടതാണ്, നമ്മളുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹളായതായിരിക്കുന്ന ഫള് കൊണ്ടിട്ട് നമ്മൾക്കുള്ളതായിരിക്കുന്ന എല്ലാ ഉദ്ദേശങ്ങളെയും പരിപൂർണമായതായിരിക്കുന്ന നിലക്ക് അല്ലാഹു തആല നിറവേറ്റി തന്നു. അവന്റെ സജ്ജനങ്ങളായതായിരിക്കുന്ന മുഅ്മിനീങ്ങൾക്കുള്ളതായിരിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ എല്ലാം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടുമാരാകട്ടെ എന്നുള്ള ഈ മഹത്തായതായിരിക്കുന്ന എന്നുള്ള ദുആയോടുകൂടെ ഈ മഹത്തായതായിരിക്കുന്ന പരിപാടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം കൊണ്ടിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ശ്രദ്ധിക്കുക, പള്ളിയുടെ ഉൾഭാഗത്തും പരിസര ഭാഗത്തും റോഡിന്റെ പല ഭാഗങ്ങളിലുമായി ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഈ കൊച്ചു ഗ്രാമമായ നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന പരിപാടി ഗൾഫ് രാജ്യങ്ങളിലുമെന്നല്ല നാടിന്റെ വ്യത്യസ്തപ്പെട്ട ദിക്കുകളിൽ ലൈവിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സദസ്സ് പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ വളരെ ഭംഗിയായി നമുക്ക് കാണണം. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ലെങ്കിൽ വെറുതെ ഇരിക്കുന്നതിന് പകരം പണ്ഡിതന്മാർ ഉസ്താദന്മാർ പറഞ്ഞ ആ ഒരു പ്രതിഫലമുള്ള ഈ സദസ്സിൽ വന്നിരിക്കണമെന്ന് പരിസരത്തൊക്കെ നിൽക്കുന്ന മുഴുവൻ ആളുകളെയും വളരെ സ്നേഹത്തോടുകൂടെ ചെറുപ്പക്കാർ, താല്യമികൾ, ചെറിയ മക്കൾ, പ്രായമുള്ള ഉപ്പമാർ ആരും അവിടെ നിൽക്കാതെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ മഹത്തായ സദസ്സിൽ വന്നിരിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവും വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ഖാസിം ഉസ്താദ് അവരുകളെ, അതുപോലെ നമ്മുടെയൊക്കെ പ്രിയങ്കരനും പള്ളിക്കര സംയുക്ത ജമാഅത്ത് ഖാദി, മഞ്ചേശ്വരം ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് കൂടിയായ പയ്യക്കി ഉസ്താദ് ഇസ്ലാമിക് അക്കാദമിയുടെ പ്രിൻസിപ്പളുമായ അന്നരായ പയ്യക്കി ഉസ്താദ് അവരുകളെ, അതുപോലെ
അന്നരായ സലീം ഫൈസി ഇർഫാനി ഉസ്താദ് അവരുകൾ, ഷെരീഫ് ഫൈസി ഇർഫാനി ഉസ്താദ് അവരുകൾ, അബു ഹന്നത്ത് ഫൈസി ഇർഫാനി ഉസ്താദ് അവരുകൾ, അതുപോലെ നമ്മുടെ ഇതെല്ലാത്തിൻ്റെയും കാരണക്കാരായ ഒന്നരായ മിസ്ബാഹി ഉസ്താദ് അവരുകൾ, മറ്റുള്ള പണ്ഡിതന്മാർ, മുഅ്മിനീങ്ങൾ, അള്ളാഹുവെ മഹാന്മാരുടെ പൊരുത്തത്തിലായി ജീവിച്ച് അവരുടെ പൊരുത്തത്തിലായി മരിച്ചവരോടൊപ്പം സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ, ഇർഫാനിയ അറബിക് കോളേജ് സിൽവർ ജൂബിലി കൊണ്ടാടുമ്പോൾ നമുക്കെല്ലാവർക്കും വളരെ ആനന്ദവും സന്തോഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള നമ്മുടെ ഈ ആനന്ദം അള്ളാഹു ആനന്ദത്തോടുകൂടെ സ്വർഗത്തിൽ പോകാൻ നമ്മിൽ നിന്ന് ഇത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാന്മാർ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച് ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം, ഈ കോളേജുകൾ, ഒരുപാട് കോളേജുകളുടെ കേന്ദ്രമായ ഇർഫാനിയ അറബിക് കോളേജ് സിൽവർ ജൂബിലി കൊണ്ടാടുമ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങൾക്ക് ഇല്ലാത്ത എന്തോ ഒന്ന് ഇർഫാനിയ അറബിക് കോളേജിലുണ്ടെന്ന് അവിടെ വന്ന സാധാരണക്കാരൻ പോലും വിളിച്ചു പറയുകയാണ്. കഴിഞ്ഞ കൊല്ലം ഞാൻ നിൽക്കുന്ന മഹലിൽ നിന്ന് വന്ന ചില വ്യക്തികൾ പറഞ്ഞു, ഇവിടെ എന്തോ ഒരു അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ തിരിച്ചുപോയത്. വന്നവരൊക്കെയും ആലിമീങ്ങളും സാദാത്യങ്ങളും നാടന്മാരും എല്ലാവരും പറയുന്നു ഇവിടെ എന്തോ ഒരു അത്ഭുതവും ഒരു ആനന്ദവും ഉണ്ട് എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഈ കല്യാറ് നാട് തന്നെ സാക്ഷിയാണ്. ഒന്നുമല്ലാത്ത ഒന്നും പുറത്ത് വന്ന് ഒന്നരായ ശൈഖുന കാലുകുത്തിയിട മുതൽ ഇവിടെ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും കേന്ദ്രമായി മാറി. ഒരുപാട് ആളുകൾ ഇവിടെ തേടി വരുന്നൊരവസ്ഥയിലേക്ക് വരാൻ കാരണം ഈ നാട്ടിന്റെ പോരിശയോ ഈ മണ്ണിന്റെ പോരിശയോ അല്ല. ഇവിടെ വന്യരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ, മഹാന്മാർ, സാലിഹീങ്ങൾ, അവരുടെയൊക്കെ സാന്നിധ്യം വന്യരായ ശൈഖുന ഇവിടെ വന്ന് പോയയിട മുതൽ ഇവിടെയുള്ള എല്ലാ കാലാവസ്ഥ പോലും മാറ്റം വന്ന് വളരെ നല്ല സന്തോഷകരമാകുന്ന രൂപം അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കാവൽ അള്ളാഹുവെ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം റഹ്മാനെ. ജീവിതത്തിലെമ്പാടുമുള്ളത് അത് തന്നെയാണ്. അബൂ യസീദ് തങ്ങളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, അബൂ യസീദ് തങ്ങളെ, തുല്ലനി അലാ അമൽ, എനിക്കൊരു അമല് പറഞ്ഞു തരണേ അബൂ യസീദ് തങ്ങളെ. ആ അമല് പറഞ്ഞു തന്നാൽ ഞാനത് മുഖേന അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്. പടച്ച റബ്ബിലേക്ക് ഏറ്റവും പെട്ടെന്ന് അടുക്കാനുള്ള ഒരമൽ എനിക്ക് പറഞ്ഞു തരാമോ അബൂ യസീദ് തങ്ങളെ? അബൂ യസീദ് തങ്ങൾ പറയുകയാണ്, ഹബീബ് ഔലിയാ അള്ളാഹുവിന്റെ ഔലിയാക്കളെ സ്നേഹം വെക്കണേ. അവരെ സ്നേഹിച്ചു പോയാലോ, അവരെ സ്നേഹിച്ചു പോയാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന പോലെയാണ്. അവരെങ്ങോട്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാക്കൾ സ്നേഹിച്ചു പോയാൽ അവനെ അള്ളാഹു സ്നേഹിക്കുകയാണ്. അള്ളാഹ് സ്നേഹിക്കാൻ കാരണമാണ് മഹാന്മാരുടെ സ്നേഹമെന്ന് അബൂ യസീദ് തങ്ങൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാമികളൊക്കെ വിളിച്ചു പറയുകയാണ്. അബൂബക്കർ ഇബ്നു സാലിം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ മഹാന്മാർ നന്മയുടെ ഒരു നോട്ടം ഒരു തെമ്മാടിയുടെ കൽബിലേക്ക് നോക്കിക്കഴിഞ്ഞാലോ അവരുടെ നോട്ടം ഏതാണ്? അവരുടെ ഒരു നോട്ടം എങ്ങോട്ട് എത്തിക്കുമെന്നാണ്? ഒരു വലിയ സ്ഥാനത്തിന്തല്ല, അള്ളാഹുവിന്റെ അടുത്തുള്ള ഒരു വലിയ സ്ഥാനത്തേക്ക് അള്ളാഹു ഒരു മനുഷ്യനെ ഉയർത്താൻ അള്ളാഹുവിന്റെ മഹാന്മാരുടെ ഒരു നോട്ടം മതി എന്നാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു സാലിം തങ്ങൾ പറയുകയാണ്. അപ്പോഴോ അള്ളാഹുവിന്റെ മഹാരഥന്മാർ ഒന്നരായ ബക്കർ മൗല റളിയല്ലാഹു അൻഹു, ഒന്നരായ സാലിഹ് മൗല റളിയല്ലാഹു അൻഹു, ഒന്നരായ ഖുത്ബ് ബഹുമാനപ്പെട്ട കണ്യാല മൗല റളിയല്ലാഹു അൻഹു നമുക്കെല്ലാവർക്കും തണലേകി, നമുക്കൊക്കെ ആശ്വാസമേകി, സന്തോഷമേകി, അള്ളാഹുവിന്റെ ദീനിന്റെ ശരീഅത്ത് മുറുകെ പിടിക്കാൻ ഒരുപാട് ആളുകളെ പ്രേരിപ്പിക്കുന്ന മഹാനായ ഒന്നരായ ശൈഖുനാ ജബ്ബാരപ്പട ഉസ്താദ്
അങ്ങനെയുള്ള മഹാന്മാർ അല്ലാഹുവേ അവരുടെ കുരുത്തവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. ശരീഅത്ത് നിലനിർത്താൻ വേണ്ടി ശരീഅത്ത് കോളേജുകൾ ഉണ്ടാക്കി, ഹിഫ്ള് കോളേജുകൾ ഉണ്ടാക്കി, ഒരുപാട് ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന ശരിയായ ശരീഅത്തിന്റെ പ്രചാരകരായ വന്യരായ ഉസ്താദവരുകൾ അല്ലാഹുവിന്റെ മഹാരഥന്മാരിൽപ്പെട്ട വന്യരായ കണ്യാല മൂലാർ റളിയല്ലാഹു അൻഹുവിന്റെ ഹളറത്തിൽ പോയ ഒരാളോട് കണ്യാല മൂല റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഞാനൊരു ഫക്കീറാണ്, എന്റെ ശിഷ്യഗണങ്ങളോ അവർ വലിയ വലിയ രാജാക്കന്മാരാണ്. മുഹമ്മദ് മുസ്ലിയാറൊക്കെ ഏതെങ്കിലും ഖബറിനടുത്ത് പോയി സലാം പറഞ്ഞ് തിരിച്ച് സലാം മടക്കിയില്ലെങ്കിൽ സിയാറത്ത് ചെയ്യാതെ തിരിച്ചു പോകുന്നയാളാണ് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഇർഫാനികളല്ല, ഏതെങ്കിലും ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരല്ല, അവിടെ നിന്ന് ദിക്റുകൾ വാങ്ങിച്ചൊല്ലുന്നവരല്ല. പറഞ്ഞതാരാണ്? വന്യരായ കണ്യാല മൂല റളിയല്ലാഹു അൻഹു ശിഷ്യനെ പറ്റി പറഞ്ഞത് അവരൊക്കെ രാജാക്കളാണ്. മുഹമ്മദ് മുസ്ലിയാരൊക്കെ മഖ്ബറയിൽ ചെന്ന് സലാം പറഞ്ഞ് സലാം മടക്കിയില്ലെങ്കിൽ സിയാറത്തും ചെയ്യാതെ തിരിച്ചു വരും, അത്രയും കടുപ്പപ്പെട്ട ആളാണെന്ന് വന്യരായ കണ്യാല മൂല റളിയല്ലാഹു അൻഹു പറഞ്ഞ വലിയൊരു മഹാനുഭാവനാണ്. അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ ഇൽമുകൾ ലോകത്തെമ്പാടും വിടർത്തിക്കാട്ടാൻ വേണ്ടി ആഹോരാത്രം പരിശ്രമിക്കുന്ന പരിശ്രമമേതാണ്? തിന്മയുടെ നീചമായ വഴിത്താരയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ രാജകീയ വഴിത്താരയിൽ കൊണ്ടുപോകാൻ എത്രയെത്ര തെമ്മാടികള്, നിസ്കാരമറിയാത്തവര്, നോമ്പറിയാത്തവർ, ഇസ്ലാം അറിയാത്തവർ ഇന്ന് പരിശുദ്ധ ദീനിന്റെ രാജകീയ വഴിത്താരയിൽ പോകാൻ ആ മഹാനുഭാവന് ഒരു നോട്ടം നോക്കിയേടെ മുതൽ മാറ്റം വന്ന ആളുകൾ ആ മഹാനുഭാവന്റെ ബഹുമാനപ്പെട്ട ഇർഫാനിയ കോളേജിന്റെ മുറ്റത്ത് പോയി ഉസ്താദിനെ കണ്ടിട്ടില്ല, കാണാൻ വേണ്ടി പോയി കോളേജ് കണ്ട് തിരിച്ചു വന്ന മനുഷ്യൻ പറയുന്നത് ഉസ്താദിനെ കണ്ടില്ലെങ്കിലും വിരോധമില്ല, ഞാൻ ആ കോളേജിന്റെ മുറ്റത്തെത്തിയപ്പോ എന്റെ മനസ്സിനൊരു മാറ്റം വന്നു, എനിക്കെന്തോ ഒരു സമാധാന അന്തരീക്ഷം എന്റെ മനസ്സിന് വന്നു. ഇങ്ങനെ സന്തോഷവും സമാധാനവും മനുഷ്യൻ ഇസ്ലാമികമായ ജീവിതത്തിന്റെ വഴിത്താരയും കാട്ടിക്കൊടുക്കുന്നൊരു നല്ല മഹാൻ എത്രയോ തെമ്മാടികൾ നന്മയുടെ വഴിയിലെത്തിച്ചേരാൻ എത്രയോ ആലിമീങ്ങൾ, സാദാതീങ്ങൾ, മഹാന്മാർ പലരും കൊതിച്ചിരുന്നത് അല്ലാഹുവിന്റെ മഹാരഥന്മാരുടെ കൈപിടിച്ചൊന്ന് നന്മയിലെത്തിച്ചേരാൻ കൊതിച്ച പലരും കൊല്ലക്കണക്കിന് സിയാറത്ത് ചെയ്ത് 15 കൊല്ലക്കാലം സിയാറത്തുമായി നടന്നൊരു മനുഷ്യൻ അവസാനം അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിൽ എത്തിപ്പെടുകയാണ് പ്രത്യേക നിർദ്ദേശത്തോടുകൂടെ. അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹുവിന്റെ മഹാരഥന്മാർ ഏറ്റെടുത്ത മഹാൻ നടത്തുന്ന പുണ്യമായ സ്ഥാപനം അവിടെ കാണിച്ചു കൊടുക്കാൻ കോടികൾ വില വരുന്ന 10ഓ 15ഓ കെട്ടിടങ്ങളില്ല. അവിടെ കാണിച്ചു കൊടുക്കാനുള്ളത് സംശുദ്ധമായ ഹൃദയത്തിന്റെ അല്ലാഹുവിനെ ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുടെ ഹൃദയമാണ് അവിടെ നമുക്ക് കാണാനും കേൾക്കാനും അറിയാനും അനുഭവിക്കാനും. ആ സമ്മേളന നഗരിയിലെത്തുമ്പോ മുഅ്മിനീങ്ങൾ യാ ഹയ്യു യാ ഖയ്യൂം ചൊല്ലി നടക്കുന്ന ആളുകളെ കാണുമ്പോ എന്തെന്നില്ലാത്തൊരനുഭവം, എന്തെന്നില്ലാത്തൊരു സന്തോഷം, എവിടെയും കിട്ടാത്ത എന്തോ ഒരു ആനന്ദം. പോയവരൊക്കെ വിളിച്ചു പറയാണ് ഇവിടെ എന്തോ ഒന്നുണ്ട്. ഉന്നരായ ഷഹീദേ മില്ലത്ത് CM ഉസ്താദ്, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഖാദിയാർ, മംഗലാപുരവും ചമ്പരിക്കയുടെയും അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ സ്നേഹിച്ചിരുന്ന CM ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ SKSSFന്റെ സമ്മേളനം കാസർഗോഡ് വെച്ച് നടക്കുമ്പോ അതിൽ പങ്കെടുക്കാതെ വന്ന ബഹുമാനപ്പെട്ട CM ഉസ്താദ് ഇർഫാനിയുടെ മുറ്റത്ത് വന്ന് പ്രസംഗിച്ച പ്രസംഗം ഇന്നും കാതിലടിച്ചതുപോലെ. ബഹുമാനപ്പെട്ട CM ഉസ്താദ് പറയുകയാണ്, ഞാനും ഒരു സ്ഥാപനം നടത്തുന്നവനാണ്, ഒരുപാട് സ്ഥാപനങ്ങളിൽ പോയവനാണ്, ഞാനും ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, പക്ഷെ ഇതുപോലത്തൊരു സ്ഥാപനം ഞാൻ കണ്ടിട്ടില്ല.
ഞങ്ങൾ എല്ലാ സ്ഥാപനങ്ങളിലും കലർപ്പുണ്ടെങ്കിൽ ഒരേ ഒരു നീയത്തോടെ നടത്തുന്ന സ്ഥാപനമാണിത്. ഞാനും ഒരു സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളാ, പക്ഷേ അവിടെയും ഇതുപോലെയില്ല. ഒരേ ഒരു നീയത്തോടെ നടത്തുന്ന ഈ സ്ഥാപനം അത്ഭുതം വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മറ്റു സദസ്സുകളെ പോലെയല്ല, സൂചി വീണാൽ കേൾക്കുന്ന അത്രയും നിശബ്ദരായി ആളുകൾ കാതോർത്തിരിക്കുകയാണ്. ഇതാരുടെ വാക്കാണ്? സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന മംഗലാപുരം ചെമ്പരിക്ക കാളികീയൂര് കാളിയായിരുന്ന അത്ഭുത പ്രതിഭയായിരുന്ന പണ്ഡിത സൂര്യ തേജസ് CM ഉസ്താദിന്റെ വാക്കുകളാണ്. അവിടെ വന്ന് അനുഭവപ്പെട്ടത് പിന്നീടും CM ഉസ്താദ് പലരോടും പങ്കുവച്ചു. അവിടെ എന്തോരാനന്ദമാണെന്ന് CM ഉസ്താദ് പറഞ്ഞു. എത്രേ ഈ ആനന്ദത്തിലേക്കാണ് നമ്മളെ സമുദായത്തെ വിളിക്കുന്നത്, അള്ളാന്റെ ദീനിലേക്കാണ്. 5 വക്ത് നിസ്കരിക്കാൻ, ഫർളിന്റെ കൂടെ സുന്നത്ത് ചേർക്കാൻ, നിര്യാണിക്കതായ വസ്ത്രമിറക്കാതിരിക്കാൻ, മനോഹരമായി താടി വളർത്താൻ, വേഷവിധാനങ്ങൾ ഇസ്ലാമികമാക്കാൻ എത്രയോ ആളുകളെ നന്മയുടെ വഴിത്താരയിൽ തിരിച്ചു കൊണ്ടുപോയ മഹാൻ. അവിടെ ആലിമെന്നോ പണ്ഡിതനെന്നോ സയ്യിദനെന്നോ നാടനെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ ശൈഖ് സയ്യിദ് കമാലുദ്ദീൻ തങ്ങള് പറഞ്ഞതുപോലെ ഒരു ആരിഫും ആരിഫാകുന്നില്ല, ഒരു ഭൂമിയെ പോലെയാകുന്നത് വരെ. ഏതൊരു മഹാനും മഹാനാകുന്നത് അവരൊരു ഭൂമി പോലെയാകുകയാണ്. അവിടെ തെമ്മാടികളും കാലുകുത്തുന്നു, അവിടെ നന്മയുടെ രാജാക്കളും കാലുകുത്തുന്നു. എല്ലാരെയും സ്വീകരിക്കുന്ന ഭൂമി പോലെയാണ് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ. വലിയ വലിയ ഔലിയാക്കളും അവിടെ വരുന്നു, പെരും തമ്മാടികളും അവിടെ വരുന്നു. പിന്നീട് അവർ നന്മയുടെ രാജകീയ വടിത്താരയിൽ എത്തിപ്പെടുകയാണ്. എത്രയോ ആളുകൾക്ക് മനസ്സിന് മാറ്റം വന്നു. തിന്മയോടവർ നിർത്തലാക്കി നന്മയുടെ രാജകീയ വടിത്താരയിലേക്ക് വരാൻ കാരണമായത് അല്ലാഹുവിന്റെ ആരിഫീങ്ങൾ പടുത്തുയർത്തിയ ഇർഫാനിയ പോലോത്ത അതിന്റെ ശാഖകളും മറ്റുമായുള്ള സ്ഥാപനങ്ങൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള കഠിന പരിശ്രമമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെയും പറഞ്ഞത് അല്ലാഹുവിന്റെ ഔലിയാക്കളെ മഹബത്ത് വെക്കുന്നത് അത്രയും വലിയ ഒരു അമല് ഒരു ആബിദും ഇബാദത്തിലൂടെ ചെയ്തിട്ടില്ല. ഏറ്റവും വലിയൊരു ആരാധന അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ മഹാന്മാര് മഹത്തുക്കളോടുള്ള സ്നേഹം, ഇഷ്ക്, ഇതിനെ കടപിടിക്കുന്ന രൂപത്തിലുള്ള ഒന്നുമില്ല. ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾക്ക് പുറമെ ഇമാമിങ്ങൾ പറയാണ് ഹാത്തിമ നല്ല വഴിയാ ഉണ്ടാകുന്നത്. തേടി എവിടെയും പോകണ്ട. നമ്മുടെ ബാക്കവി ഉസ്താദിന്റെ മരണം, ഒന്നരായ ഉസ്താദിനെ സമീപിച്ചിരുന്ന ബാക്കവി ഉസ്താദ്, ഒന്നരായ ഉസ്താദിന്റെ അളിയൻ ളുഹർ നിസ്കാരത്തിൽ സുജൂദിൽ വെച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞതുപോലത്തെ ഒരുപാട് നന്മയുടെ മരണങ്ങൾ. ഇതൊക്കെ നന്മയുടെ വഴിത്താരയായതുകൊണ്ട്